അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മൾ വളരെ ബഹുമാനത്തോടും ആദരവോടും കാണുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ശരീഅത്ത് നിയമം, ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ശരിക്കും ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു ചെറിയൊരു ചരിത്രത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും കാണണം. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ അത്ഭുതങ്ങൾ എന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് കാണുന്ന ഭരണാധിപന്മാരുടെ കൂട്ടത്തിൽ ആർക്കും അതിനുശേഷം ലോകത്തൊരു ഭരണാധിപൻ വരാനോ അല്ലെങ്കിൽ ഇന്നിപ്പം ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഭരണാധിപന്മാരുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് നമുക്ക് പറയാനോ സാധിക്കില്ല. കാരണം അങ്ങനെയാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണം. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണം അത്രയും സൂക്ഷ്മതയോടുകൂടിയും അള്ളാഹു താലാൻ്റെ ദീനിൻ്റെ അതിൻ്റെ പ്രസക്തി എങ്ങനെയെന്ന് ലോകത്തിന് തുറന്ന് കാണിച്ചു കൊടുക്കുകയും അത് പ്രവർത്തിച്ച് കാണിക്കുകയും ലോകത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ അത്ഭുതങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളെ ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് പറയുന്നത്. നിങ്ങൾ ഏതായാലും ആ വീഡിയോ ഒന്ന് കുറച്ച് കാണും, അതിനുശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നീതിയുടെ പര്യായം. ഇസ്ലാമിക ചരിത്രത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച അതുല്യ പ്രതിഭ സയ്യിദുന ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ നീതിയുടെയും നന്മയുടെയും ചരിത്രങ്ങൾ ഏവർക്കും മാതൃകയും പാഠവുമാണ്. അത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് അനുസ്മരിക്കാം. ഒരിക്കൽ റോമിലെ രാജാവ് ഹിർക്കലിന്റെ ദൂതൻ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ മദീനയിലെത്തി. അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ഖലീഫ ഉമർ എവിടെയാണ്? അവർ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കാണിച്ചു കൊടുത്തു. ഹുവല്ലദീ നായിമുൻ തഹ്ത തിൽക ഷജറ. ആ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നതാണ് ഞങ്ങളുടെ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ ദൂതൻ വന്നു നോക്കുമ്പോൾ പരിവാരങ്ങളും പട്ടാളങ്ങളും ഇല്ലാതെ തുറന്ന തുറസായ സ്ഥലത്ത് ഒരു മരച്ചുവട്ടിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു കിടന്നുറങ്ങുകയാണ്. തലയിണകളും പട്ടുമെത്തകളുമില്ല. വിയർപ്പ് കണങ്ങൾ നെറ്റിത്തടത്തിൽ ഒഴുകുന്നുമുണ്ട്. ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഇതുപോലെ നിർഭയത്വത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയില്ല. അവർ ജനമധ്യത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അംഗരക്ഷകരും പരിവാരങ്ങളും ഒന്നുമില്ല എങ്കിൽ ജനങ്ങൾ തന്നെ അവരെ കൈകാര്യം ചെയ്യും. ഇതാണ് ഇന്നത്തെ ളാലിമീങ്ങളായ ഭരണാധികാരികളുടെ അവസ്ഥ. ശേഷം ആ ഭൃത്യൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ മുഴങ്ങിക്കേൾക്കുന്നു. ഹകംത ഫഅദൽത ഫഅമിൻത ഫനിംത. ഉമറേ റളിയല്ലാഹു അൻഹു, താങ്കൾ വിധി കൽപ്പിച്ചു. ഫഅദൽത, താങ്കളുടെ വിധികളിലെല്ലാം നീതി പുലർത്തി. അതുകൊണ്ട് ഫഅമിൻത, താങ്കൾക്ക് നിർഭയത്വമുണ്ടായി. അതുകൊണ്ടാണ് ഫനിംത, ഈ മരച്ചുവട്ടിലും നിർഭയത്വത്തോടുകൂടി നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിഞ്ഞത്. അതെ, അതായിരുന്നു ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തആല ആ മഹാനെ പിന്തുടരാൻ നമുക്കും ലോകർക്കും അല്ലാഹു നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കണ്ടില്ല സഹോദരന്മാരെ, ഇത് ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചതാണ്. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രയെ പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് ഉൾപ്പെടുത്താനുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് റോമിൻ്റെ ചക്രവർത്തിക്ക് അത്ഭുതം കൂറിയതുകൊണ്ട്, കേട്ടറിവിൽ അത്ഭുതം കണ്ടതുകൊണ്ട് അന്ന് റോമിലത്തെ ചക്രവർത്തി ടൈലർമാർ, ഡ്രസ്സ് തിന്നുന്ന ടൈലർമാരുണ്ടല്ലോ. കാരണം ഇന്നൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ പോകുന്ന സമയത്ത് മറ്റൊരാൾ രാജ്യത്ത് കാണാൻ വേണ്ടി പോകുമ്പോൾ ഉള്ളിൽ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പോയി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദിയെല്ലാം പോകുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് റുപ്യയിൽ വില വരുന്ന ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് പോകുന്നത്. അതങ്ങനെ ലോകത്തിൽ എല്ലാ നേതാക്കന്മാർ അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ സമ്പ്രദായം പണ്ട് കാലങ്ങളിൽ ഉണ്ട്, പക്ഷേ ഇസ്ലാമിൽ അങ്ങനത്തെ ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോകുന്ന ആളെ ആക്കുന്ന ഡ്രസ്സ് എങ്ങനത്തെ ആക്കണം, എങ്ങനത്തെ ഗൗരവം ഉണ്ടായിരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് റോമൻ ചക്രവർത്തി 100ഓളം ടൈലർമാർ വിളിച്ചു എന്നാണ്. ഇതിന് ഇത് ഡ്രസ്സ് തന്നെ അങ്ങനെ ഏറ്റവും നല്ല ഡ്രസ്സ് തുന്നി ഈ 100 ഡ്രസ്സിൽ നിന്ന്
100 ടൈലർമാർ തുന്നിയ ഡ്രസ്സിൽ നിന്ന് ഏറ്റവും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് എടുത്തിട്ട് ആടുന്ന് റോമിൻ്റെ പ്രതിനിധിയെ അയക്കുമ്പം ധരിപ്പിച്ചിട്ട് അയച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി പോയി. ഉമറിൻ്റെ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ മക്കത്തേക്ക് അങ്ങനെ പോയ സന്ദർഭത്തിൽ അവിടെ ഒരുപാട് ജനങ്ങളോട് ചോദിച്ചു, ഉമറിൻ്റെ കൊട്ടാരം എവിടെ, ഉമറിൻ്റെ കൊട്ടാരം എവിടെയെന്ന്. നാടുകളിലെ എല്ലാ ആളുകളും പറയുന്നു ഉമറിൻ്റെ കൊട്ടാരമില്ല. ഇത് കേട്ട് കേട്ട് ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പം ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഈത്തപ്പനയുടെ ഓലയിൽ കിടന്നിട്ടുറങ്ങുന്ന ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനെ വിളിച്ചിട്ട് ഉണർത്തിയിട്ട് ചോദിച്ച്, അല്ല, ഈ രാജ്യത്തിൻ്റെ ഭരണാധിപതി നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം, ഉമറല്ലേ? അതെ. ആ ഉമറിൻ്റെ കൊട്ടാരമില്ല ഇവിടെ? ഇല്ല, ഉമറിൻ്റെ കൊട്ടാരമില്ല. അല്ല, ഈ നാട്ടിലെ എല്ലാവരോടും ചോദിക്കുമ്പോൾ കൊട്ടാരമില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ കൊട്ടാരം ഇല്ലേ? അപ്പോൾ ഈ കടന്നുറങ്ങുന്ന മനുഷ്യൻ പറഞ്ഞ്, ഇല്ല, ഉമറിന് കൊട്ടാരമില്ല, കൊട്ടാരത്തിൽ താമസിക്കുന്ന ആളൊന്നല്ല ഉമർ. അങ്ങനെ എന്നാൽ ആ ഉമറിനെ കാണാനെന്ത് വഴി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങൾ അന്വേഷിക്കുന്ന ഉമർ ഞാൻ തന്നെയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ഉമർ തന്നെയാണ് ഞാൻ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധിപൻ. ഇത് കണ്ട ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. എങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തറിയോ? തിരിച്ചിട്ട് റോമിലേക്ക് പോയിട്ടില്ല, ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നിട്ട് പറയാനുള്ള കാരണം അറിയോ? ഭരണത്തിൻ്റെ അത്രയും ഒരു കടുപ്പമാണ്. ഇന്നിപ്പോൾ നമ്മളെ രാജ്യത്ത് ഇപ്പം ഭരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ശത്രുക്കൾക്ക് അവർക്കുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു ഭരിക്കുന്ന സന്ദർഭത്തിൽ ഉമറിന് ആരും ശത്രുക്കളില്ല, ഒരാൾക്ക് ശത്രു രൂപത്തിൽ കാണാൻ സാധിക്കൂല. ഉമർ റളിയല്ലാഹു ഒരു വാടകയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായ ഭിന്നത വന്ന സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹുവിനെ നമസ്കരിച്ച സമയത്ത് പുത്തിയത്. അത് പിന്നെ ചതിവയ്പ്, അത് പിന്നെ വേറൊരു കാര്യം, അത് പിന്നെ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം അതല്ലാതെ കണ്ട് ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും ലോകത്തിൽ ശത്രുക്കൾ ഉണ്ടാവില്ല. ഉമറിനെ പുകഴ്ത്തി പറയുന്നതില്ലാതെ കണ്ട് ശത്രുക്കൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഉമർ അങ്ങനെ ഓലപ്പായലൊക്കെ കടന്നിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നത്, കൊട്ടാരമൊന്നും ഇല്ലാതെ കണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മളെ ഗാന്ധിജി, രാഷ്ട്രപിതാവായി നമ്മളെ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഞാൻ 3 പ്രാവശ്യം ഉമറിൻ്റെ ചരിത്രം മാറി മാറി എടുത്ത് വായിച്ചു വന്നു, വീണ്ടും ഞാൻ തുടർന്ന് ആവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ സന്ദർഭത്തിൽ ഇന്ത്യക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഭരണത്തിനെ പറ്റി ചോദിച്ചപ്പോഴും മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു, ഉമറിൻ്റെ ഭരണം ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കൂല. അതുകൊണ്ടൊരു ജനാധിപത്യ ഭരണമാണ് പിന്നീട് നമുക്ക് ഇപ്പോൾ നിലവിൽ ആഗ്രഹിക്കുന്നത്. അപ്പം ഗാന്ധിജി പോലും ഉമറിൻ്റെ ചരിത്രങ്ങൾ 3 പ്രാവശ്യം വായിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം. അങ്ങനെ ഒരു പ്രസക്തിയുള്ള, അപ്പം ഒരുപാട് ഇത് ഉസ്താദ് ഉൾപ്പെടുത്താത്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇനി എത്രയോ പറയാനുണ്ട് ഉമറിനെ പറ്റിയിട്ട്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു ആരുമില്ല. പണ്ട് നമ്മുടെ പള്ളിപ്പുഴ അബ്ദുൽ മുസ്ലിയാർ വയലൂർ കയറിട്ട് സാധാരണ, ഇന്നിപ്പം അങ്ങനത്തെ ഉസ്താദന്മാരൊന്നും ഇല്ല. പള്ളിപ്പുഴ അബ്ദുൽ മുസ്ലിയാർ വയലൂർ വരുമ്പോൾ പറയാറുണ്ട്, ഉമറിന് പോലീസില്ല, പട്ടാളമില്ല, ബോഡി ഗാർഡില്ല, ആരുമില്ല. ഉമറിൻ്റെ ആയുധം ഈമാൻ, അതൊന്ന് മാത്രമായിരുന്നു സഹോദരന്മാരെ എന്ന് പറയും. ഉമറിൻ്റെ ചരിത്രം പറയുമ്പോൾ ഭയങ്കരം, നമുക്കിങ്ങനെ കിട്ടുകിട ഹൃദയത്തിനൊന്നിങ്ങനെ പടക്കും. അത്രയും ഗൗരവമുള്ളതാണ് ഉമറിൻ്റെ ഭരണങ്ങളൊക്കെ. പക്ഷേ ഇന്നത്തെ ഉസ്താദന്മാരുടെ അങ്ങനെ ഇപ്പം വയലൊന്നും പറയാറില്ല. എന്നിരുന്നാലും നമ്മൾക്ക് കിട്ടുന്ന സമയത്തിന് നമ്മൾ ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ വായിക്കും. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാൽപാദം കൊണ്ട് ആ മക്കത്തേക്ക്, അത് റളാൻ്റെ റസൂലിൻ്റെ ചാരത്തിങ്ങനെ കിടക്കുകയെന്ന് നമ്മൾക്ക് പോകാനും അസ്സലാമു അലൈക്കും ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയാനും അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്യവിടെ ഉപസംഹരിക്കുന്നു. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.